പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹ കാലത്തിന്റെ 6ാമത്തെ ഞായറാഴ്ചയാണിന്ന്. കർത്താവിന്റെ ഈ ദിവസത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ശ്ലീഹ കാലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന ആഴ്ചകളിൽ ദൈവവചനം ഗ്രഹിക്കാൻ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സഹനങ്ങൾ ഏറ്റെടുക്കാൻ ശക്തി തരുന്ന ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമ്മൾ പ്രത്യേകമായി കാണുന്നത് സൗഖ്യം തരുന്ന ഒരാത്മാവിന്റെ പ്രവർത്തനം നമ്മളിലും സഭയിലുമൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഈ ആഴ്ചയിൽ പ്രത്യേകമായി ചിന്തിക്കുന്നു. ഈശോ 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നതും ഒരു ഊമനെ സുഖപ്പെടുത്തുന്നതും പിന്നീട് ജനക്കൂട്ടത്തെ കണ്ട് അനുകമ്പ തോന്നി കൂടുതൽ ശുശ്രൂഷകരെ വിളഭൂമിയിലേക്ക് അയക്കാൻ വിളവിന്റെ നാഥനോട് ഈശോ പ്രാർത്ഥിക്കുന്നതുമൊക്കെയായ ഭാഗങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം. 1-2 പ്രാർത്ഥനാ ചിന്തകൾ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങളിലൂടെ തന്നിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയെ, ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ ഈശോ വെളിപ്പെടുത്തുന്നത് നമ്മൾ ഈ അത്ഭുതങ്ങളിലൊക്കെ കാണുന്നു. അന്ധന് കാഴ്ച കൊടുക്കുമ്പോഴും ഊമന് സൗഖ്യം നൽകുമ്പോഴും അവൻ സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു റീക്രിയേഷൻ, രണ്ടാമതൊരു ക്രിയേഷൻ നടക്കുന്നു. ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയെ ഒന്നുകൂടെ പൂർത്തീകരിച്ചുകൊണ്ട് പാപം മൂലം, തിന്മയുടെ സ്വാധീനം മൂലം കുറവ് വന്നതിനെ ഈശോ വീണ്ടും ആ കുറവ് നികത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് 2ാമത്തെ ആ സൗഖ്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിക്കുന്നു. തിന്മയുടെ സ്വാധീനത്തെ മാറ്റി ഈശോ വീണ്ടും നമ്മളെ തൊടുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഈശോയുടെ പബ്ലിക് ലൈഫിന്റെ, പരസ്യജീവിതത്തിന്റെ ഒരു സമ്മറി ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. അതിങ്ങനെയാണ്: ഈശോ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. പഠിപ്പിച്ച്, പ്രസംഗിച്ച്, സുഖപ്പെടുത്തി ഈശോ സഞ്ചരിക്കുന്നു. 4 കാര്യങ്ങളിൽ ഈശോയുടെ പരസ്യജീവിതം മുഴുവൻ ഇവിടെ ചുരുക്കമായി പറഞ്ഞിരിക്കുന്നു. പഠിപ്പിച്ചത് സിനഗോഗിൽ വച്ചാണ്. അത് മനസ്സിനുള്ള, ബുദ്ധിക്കുള്ള ഒരു കാര്യം ഈശോ നൽകുകയായിരുന്നു. പ്രസംഗിച്ചത് സാധാരണക്കാരായ ആളുകളോട് ഗ്രാമങ്ങളിലെ, നഗരങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ആത്മാവിനുള്ള കാര്യം ഈശോ നൽകുകയായിരുന്നു. രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയപ്പോൾ ശരീരത്തിന് വേണ്ടത് ഈശോ നൽകുകയായിരുന്നു. ഈശോയുടെ രക്ഷാകര പ്രവൃത്തി സമഗ്രമായ പ്രവർത്തനമാണെന്ന് ഈ ഒരു വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇവിടെ അന്ധന് കാഴ്ച നൽകുന്ന സൗഖ്യമാണ് ആദ്യമുള്ളത്. 2 അന്ധന്മാർ അവരൊരുമിച്ച് ഈശോയോട് സഹായം ചോദിക്കുന്നു. ഒരു കൂട്ടായ്മയിൽ ചോദിച്ച അന്ധന്മാരായിരുന്നു. 2 പേർക്കും ആവശ്യമുണ്ട് കാഴ്ച തിരിച്ചു കിട്ടാൻ. പക്ഷെ അവർ ചോദിക്കുന്നത് ഞങ്ങളിൽ കനിയണമേ എന്നാണ്. അവരുടെ ബലഹീനത, അവരുടെ കുറവ് ഒരുപക്ഷെ അവരെ ഒരുമിപ്പിച്ചിരിക്കാം. പലപ്പോഴും നമ്മുടെ കുറവുകൾ നമ്മളെ ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാനും അതുപോലെ ഒരുമിച്ച കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ കുറവുകൾ ദൈവത്തിലേക്ക് എത്താനുള്ള വഴികളാണെന്ന് ഈ അന്ധന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അന്ധന്മാർക്ക് കാഴ്ച കിട്ടാൻ വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. അവർ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് ഈശോയെയാണ്. നമുക്കും ചില തരത്തിലുള്ള അന്ധതകളുണ്ട്. നമ്മൾ ആളുകളെ കാണുന്നു, മറ്റ് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ കാണുന്നു, പക്ഷെ ഈശോയെ കാണുന്നില്ല. ഈ അന്ധന്മാരെ പോലെയുള്ള സൗഖ്യമാണ് നമുക്കും കിട്ടേണ്ടത്. അവർക്ക് കിട്ടിയതുപോലെയുള്ള സൗഖ്യമാണ് നമുക്കും കിട്ടേണ്ടത്. അവർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഈശോയെയാണ്. നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നിടത്തൊക്കെ, നമ്മൾ ശ്രദ്ധിക്കുന്നിടത്തൊക്കെ ഈശോയെ കാണാനുള്ള, ഈശോയെ കേൾക്കാനുള്ള, ഈശോയുടെ രൂപം ദർശിക്കാനുള്ള അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. 2ാമത്തെ സൗഖ്യം, ഈശോ ഒരു ഊമനെ സുഖപ്പെടുത്തുന്നു. അവന് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ അനുഗ്രഹം ചോദിക്കുന്നു, ഈശോ അവനെ സുഖപ്പെടുത്തുന്നു. പിശാച് പുറത്തു പോയപ്പോൾ നമുക്കിന്ന് വേണ്ടത് ഈ ഊമന് കിട്ടിയതുപോലെയുള്ള സൗഖ്യമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ ചില തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടിരിക്കുന്നു. പിശാച് നമ്മളിൽ നിന്ന്, തിന്മയുടെ സ്വാധീനം നമ്മളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്കും ഈശോയെക്കുറിച്ച് സംസാരിക്കാനും ഈശോയോട് സംസാരിക്കാനുമുള്ള വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലത്ത് നമ്മൾ മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങളോട് സംസാരിക്കുന്നു. ഫോണാവാം, മറ്റ് കമ്പ്യൂട്ടർ ആവാം. ഉപകരണങ്ങളോട് സംസാരിച്ച്, മനുഷ്യരോട് മാത്രം സംസാരിച്ച്
ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ മറന്നു പോകുന്നു, ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും നമ്മൾ മറന്നു പോകുന്നു. ഈ ഊമന് ദൈവത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടാൻ അവസരം കിട്ടിയതുപോലെ നമുക്കും തിന്മയുടെ സ്വാധീനങ്ങൾ മാറി ദൈവത്തെക്കുറിച്ച്, ദൈവത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടട്ടെ. ഈശോ ആളുകളെ കണ്ട് അവരോട് അനുകമ്പ തോന്നി അവർക്ക് കൂടുതൽ ഇടയന്മാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷാവേദിയിലേക്ക് ദൈവഭയമുള്ള നല്ലവരായ വിശുദ്ധരായ കൂടുതൽ ഇടയന്മാരെ കിട്ടാൻ വേണ്ടി, ദൈവജനത്തെ ശരിയായ പാതയിൽ നയിക്കാൻ ദൈവം നിയോഗിക്കുന്ന നല്ല ഇടയന്മാരെ കിട്ടാൻ വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് അല്പം കലുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ സഭയിൽ എല്ലാവർക്കും ദൈവികമായ പ്രേരണയാൽ നയിക്കപ്പെടാനുള്ള നല്ല ഇടയന്മാരെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ ഈശോയെ കാണാനും, കണ്ണു തുറക്കുമ്പോൾ ഈശോയെ കാണാനും, സംസാരിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പറയാനുമുള്ള സൗഖ്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകണമേ. അങ്ങനെ ഞങ്ങൾ ഈശോയുടെ സാക്ഷികളും ഈശോയെ പ്രസംഗിക്കുന്നവരുമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.